in the title, a Psalm of Asaph. നമ്മൾ ആ തലക്കെട്ടിൽ നമ്മൾ കാണുന്നു, ഇത് ആസാഫിന്റെ ഒരു സങ്കീർത്തനം. You know, I'm pretty sure we heard from the Psalms many times. നമ്മൾ ഈ ഒരു സങ്കീർത്തനത്തിൽ നിന്ന് പലവട്ടവും പല ദൈവാലോചനകളും നമ്മൾ കേട്ടിട്ടുണ്ട്. But you know, one of the uniqueness of the Bible, when you read after the again and again, God will give more revelation on the same verses. ദൈവവചനത്തിന്റെ ഒരു പ്രത്യേകത എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ വായിക്കുന്ന ഒരു പോർഷൻ പിന്നെയും വായിക്കുമ്പോൾ നമുക്ക് പുതിയ റെവലേഷൻസ് കിട്ടുവാനിടയാകും. As I was reading this psalm this morning, God gave me a special perspective on this psalm. ഞാൻ ഇന്ന് പകൽ സമയം ഈ സങ്കീർത്തനം വായിക്കാനുള്ള കാരണം, ദൈവം എനിക്കൊരു പുതിയ ഒരു പെർസ്പെക്റ്റീവ് എനിക്ക് സങ്കീർത്തനത്തെ പറ്റി ദൈവം തന്നു. Said this is a kind of an autobiography of Asaph. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് ആസാഫിന്റെ ഒരു ആത്മകഥയാണ്. Why I said this is an autobiography of Asaph? എന്തുകൊണ്ട് ആസാഫിന്റെ ഒരു ആത്മകഥ എന്ന് ഞാൻ പറഞ്ഞെന്ന് വെച്ചാൽ, this is what the Asaph was going on in his spiritual life. ആസാഫിന്റെ ജീവിതത്തിൽ താൻ നേരിട്ട ചില പ്രശ്നങ്ങളാണ് ഇവിടെ പറയുന്നത്. He was gone through some tough time in his spiritual life. ചില ബുദ്ധിമുട്ടായ ചില സിറ്റുവേഷനിൽ കൂടെ താൻ സഞ്ചരിക്കുവാനിടയായി. I might call us it is spiritual attack or spiritual warfare. ഞാൻ അതിനെ ഈ ആത്മീയ ഒരു പോരാട്ടമായിട്ടാണ് ഞാൻ അതിനെ ടൈറ്റിൽ ചെയ്യുന്നത്. Whether you are a saint or a servant or a deacon or a pastor or just an ordinary believer, we all will go through a serious turmoil, a spiritual warfare in our personal life. നമ്മൾ ഒരു വിശുദ്ധ ജീവിതം നയിക്കുന്ന ദൈവപൈതലായാലും പാസ്റ്റർ ആയാലും ഡീക്കൺ ആയാലും ശരി, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു ആത്മീയ പോരാട്ടം നമ്മൾ നേരിടും. Always the evil attacking against our faith life, our spiritual life, our spiritual journey. ശത്രു ഉന്നം വെക്കുന്നത് നമ്മുടെ വിശ്വാസ ജീവിതത്തിനെതിരായിട്ടാണ്. And even this morning time, I am pretty sure when God given this message, I am pretty sure there are some going through the spiritual warfare in their personal life. ഞാൻ ഇന്ന് ഈ ദൈവവചനം പറയുമ്പോൾ എനിക്ക് വ്യക്തമായി ദൈവാത്മാവ് അറിയിക്കുന്ന വിഷയം എന്തെന്ന് വെച്ചാൽ, ഇവിടെ എന്നെ കേൾക്കുന്ന ഓരോ ദൈവമക്കളിലും പലരും ഇതേ സ്പിരിച്വൽ വാർഫെയറിൽ കൂടെ പോകുന്നവരാണ്. But at the same time, these verses give me a comfort. Even though I go through all this spiritual attack in my life, hallelujah, God is so faithful and He intervened in the midst of my challenging experiences. ഈ ഒരു സങ്കീർത്തനത്തിൽ കൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആത്മീയ പോരാട്ടം നേരിട്ടാലും ദൈവം നമ്മോട് കൂടെ നിൽക്കും എന്നുള്ളതാണ്. Our attack is not permanent, rather God will intervene on my situation. നമുക്കിപ്പം നേരിടുന്ന ഈ പോരാട്ടം ഇത് എന്നേക്കും നിലനിൽക്കുന്നതല്ല, മറിച്ച് ഇതിന് ഒരു അന്തമുണ്ട്. How many of you believe in this morning time, my spiritual attack, what I am going through is not going to be permanent, rather, hallelujah, my God, my refuge, my strength, my portion, He will intervene on my situations on due time. എത്ര പേർക്ക് വിശ്വസിക്കാൻ സാധിക്കും, ആസാഫിന്റെ ജീവിതത്തിൽ നടന്നതുപോലെ എന്റെ ഈ ഒരു ആത്മീയ പോരാട്ടത്തിന്റെ നടുവിലും എന്റെ ദൈവമായ യഹോവ ഇറങ്ങി വന്ന് എനിക്ക് വേണ്ടി കാര്യം തീർക്കും. If you believe it, can you shout a praise the Lord? വിശ്വസിക്കുന്നവരെല്ലാവരും ചേർന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. If you believe it, can you give a mighty hand offering to the Lord? ദൈവസന്നിധിയിൽ സ്തോത്രങ്ങൾ നമ്മൾ അർപ്പിച്ച്, hallelujah, praise the Lord, praise the Lord. When you think about Asaph, ഈ ആസാഫിനെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ we have to study a little bit more about Asaph. നമുക്ക് ആസാഫിനെ പറ്റി മനസ്സിലാക്കണം. Who is Asaph basically? ആസാഫ് ആരാണ്? When you study about Asaph, we understand he is one of the music leader or a worship leader in the time of David. നമുക്ക് ആസാഫിനെ പറ്റി ദൈവവചനത്തിൽ കാണുന്നത് ഈ സംഗീത ഉപകരണങ്ങൾ ഉപയോഗിച്ച് ഈ വർഷിപ്പ് ലീഡറായിട്ട് നിന്നൊരു വ്യക്തിയാണ് ആസാഫ്. The first instance we see about Asaph in 1 Chronicles chapter 15. നമ്മൾ ആദ്യമായി ആസാഫിനെ പറ്റി കാണുന്നത് 1 ദിനവൃത്താന്തം പുസ്തകത്തില്
15-ാം അധ്യായം. When David was bringing the ark to Jerusalem, 15-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു ദാവീദ് യെരൂശലേം നഗരത്തിലേക്ക് പെട്ടകം കൊണ്ടുവരുമ്പോൾ he appointed Levites to carry the ark. ആ പെട്ടകം ചുമപ്പാൻ ലേവ്യരെ നിയമിക്കുവാൻ ഇടയായി. At the same time, he appointed some musicians to make a joyful sound with some musical instruments. അതോടൊപ്പം സംഗീത ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നവരെയും ആ കൂട്ടത്തിൽ ചേർക്കുവാൻ ഇടയായി. And among these, there are 3 leaders were there, those who were playing some music instruments. അവിടെ 3 പേരുടെ പേര് എടുത്തു പറയുന്നുണ്ട്. Those are Haman, Asaph and Ethan. ആ സംഗീത ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നവരുടെ പേരുകൾ ഹേമാൻ, ആസാഫ്, ഏഥാൻ എന്നവരായിരുന്നു. And they were playing the bronze cymbals. നമ്മൾ അവിടെ കാണുന്നു താമര കിന്നരം വായിക്കുന്നവരാണ്. Praise the Lord. Then when we when you study this the Chronicles itself, when it comes into chapter 25 verse number 1 and 2, it is mentioned all these 3 they became the prophets of God in coming in later days. നമ്മൾ 1 ദിനവൃത്താന്തം 25-ാം അധ്യായം 1-2 വാക്യങ്ങളിൽ നമ്മൾ കാണുന്നു ഇവര് സംഗീത ഉപകരണങ്ങൾ ഉപയോഗിച്ച് വർഷിപ്പ് ലീഡ് ചെയ്യുക മാത്രമല്ല അവർ പ്രവാചകന്മാരായി മാറി. God elevated them with a prophetical action. അവരുടെ ശുശ്രൂഷയിൽ ദൈവം അവരെ അടുത്ത തലത്തിലേക്ക് കയറ്റുവാനിടയായി. Let me tell you some ministers of God in this morning time. If you are faithful in the presence of God, God will always elevate you into the next level of ministry. ദൈവം നമുക്ക് തന്നിരിക്കുന്ന ശുശ്രൂഷയിൽ നമ്മൾ വിശ്വസ്തയോടുകൂടെ ആയിരുന്നു കഴിഞ്ഞാൽ തക്ക സമയത്ത് ദൈവം നമ്മളെ അടുത്ത തലത്തിലേക്ക് കയറ്റുവാനിടയാകും. How many of you can say praise the Lord this morning? എത്ര പേര് അത് വിശ്വസിക്കുന്നു? Hallelujah. Asaph, credited at least 12 psalms. നമുക്ക് ദൈവവചനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ആസാഫ് ഏകദേശം ഒരു 12 സങ്കീർത്തനങ്ങൾ എഴുതിയിട്ടുണ്ട്. And 73 is one of the significant psalm of Asaph. ആ എഴുതിയ 12 സങ്കീർത്തനങ്ങളിൽ ഒരു പ്രധാനമായ ഒരു സങ്കീർത്തനമാണ് 73-ാം സങ്കീർത്തനം. Verse number 2 mention, 2-ാം വാക്യം നോക്കിക്കാട്ടെ. but as for me, my feet had almost stumbled. അവിടെ നമ്മൾ കാണുന്നു എന്നാൽ എൻ്റെ കാലുകൾ ഏകദേശം ഇടറി. My steps had nearly slipped. എൻ്റെ കാലടികൾ ഏറെക്കുറെ വഴുതിപ്പോയി. That means the prophet Asaph says, I am almost slipped. ഇത് പ്രവാചകനായ ആസാഫ് പറയാണ് എൻ്റെ കാലടികൾ ഏതാണ്ട് വഴുതിപ്പോയി എന്ന്. What does that mean? അതിന്റെ അർത്ഥം എന്തുവാണ്? It means his spiritual feet almost slipped. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ ആത്മീയ പാദങ്ങൾ ഇടറാൻ പോകുകയാണെന്നുള്ളതാണ് He ആസാഫ് പറയുന്നത്. nearly loses his faith. ആ വിശ്വാസം എന്നുള്ള തന്റെ പാദത്തെ നിലനിർത്തിയ വിശ്വാസത്തെ താൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. Even though he was a worship leader or a prophet, അദ്ദേഹം ഒരു വർഷിപ്പ് ലീഡർ ആയിരുന്നു, പ്രവാചകൻ കൂടെ ആയിരുന്നു. but at the same time Asaph, very transparent here, Asaph mentioned, even though I was all this, but still my feet had almost stumbled. ഈ 2 ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തി ഇവിടെ തന്നെ പറയുകയാണ് എൻ്റെ പാദങ്ങൾ ഇടറിപ്പോയി. But there is a word mentioned there. അവിടെ ഒരു പദം നിങ്ങൾ ശ്രദ്ധിച്ചാട്ടെ. My feet had almost stumbled. അവിടെ എഴുതിയിരിക്കുന്നത് ഏതാണ്ട് വഴുതിപ്പോയി എന്നുള്ള രീതിയിലാണ്. Nearly slipped. ഏതാണ്ട് വഴുതിപ്പോയി. Almost slipped. ഏതാണ്ട് വഴുതിപ്പോയി. But at the same time I did not fall completely. അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് നിലംപരിചയായില്ല. Because there was a protective hand of God revealed in the midst of my spiritual battle. കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ആത്മീയ പോരാട്ടത്തിലും തന്നെ പിടിച്ചു നിർത്തിയ ഒരു പിൻബലമുണ്ട്. Hallelujah. Hallelujah. There was a protective hand of God revealed in the midst of his spiritual battle. തന്റെ ജീവിതത്തിൽ താൻ നേരിട്ടുകൊണ്ട ഈ ആത്മീയ പോരാട്ടത്തിൽ ഇതാ പിൻബലം നൽകിയ യഹോവയുടെ കരം. Hallelujah. Even though in the midst of this struggle, hallelujah, there was a protective hand of God is always there for you. ഈ ഏത് പോരാട്ടത്തിലും നമുക്ക് പിൻബലം നൽകുവാൻ ദൈവത്തിന്റെ കരം നമ്മോട് കൂടെയുണ്ട്. And now when you study this passage, നമ്മൾ ഈ സങ്കീർത്തനം നോക്കുമ്പോൾ we will see some of the reasons why his spiritual feet almost slipped.
ഈ പാദങ്ങൾ ഇടറിപ്പോകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ അവിടെ or കാണുന്നു. why his faith was shaken. എന്തുകൊണ്ട് വിശ്വാസം തന്റെ ജീവിതത്തിൽ കുറഞ്ഞു പോയി The എന്ന് first കാണാൻ reason സാധിക്കുന്നു. which is mentioned here, verse number 3, മൂന്നാം വാക്യത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ the main reason which is mentioned, a thought of discouragement or disappointment. അവിടെ നമ്മൾ കാണുന്നു ഒരു നിരുത്സാഹപ്പെടുത്തുന്ന ഇല്ലെങ്കിൽ ഒരു നിരാശ വരുത്തുന്ന ഒരു ചിന്ത തന്റെ മനസ്സിൽ വന്നു. What was his thought? തനിക്ക് വന്ന ചിന്ത എന്തുവാണ്? Verse number 3 mentioned, മൂന്നാം വാക്യം, for I was envious of the arrogant when I saw the prosperity of the wicked. നമ്മളവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്, ദുഷ്ടന്മാരുടെ സഖ്യം കണ്ടിട്ട് എനിക്ക് അഹങ്കാരികളോട് അസൂയ തോന്നി. അതൊരു ചിന്തയാണ്. Let me tell you this morning, ഞാൻ ഒരു കാര്യം പറയട്ടെ, where Satan attack, സാത്താൻ എങ്ങനെയാണ് ഒരു അറ്റാക്ക് ആരംഭിക്കുന്നത്? Satan is always attacking on our thought realm. ആദ്യം തുടങ്ങുന്നത് നമ്മുടെ ചിന്താമണ്ഡലങ്ങളിലാണ്. More than physically, ഫിസിക്കലായിട്ടുള്ള ഒരു അറ്റാക്കിനെ കാട്ടിലും Satan always attack on our thought realm. നമ്മുടെ ചിന്താമണ്ഡലങ്ങളെയാണ് സാത്താൻ ഉന്നം വെക്കുന്നത്. Once he can capture your thought, ആ ചിന്താമണ്ഡലങ്ങളില് സാത്താന്റെ ശക്തി നിറഞ്ഞാൽ he knows he can defeat us very well. അന്നേരം സാത്താൻ അറിയാം നമ്മളെ നിലംപരിചയാക്കാൻ അതാണ് ഏറ്റവും നല്ല മാർഗം. And think about this Sam here. ഇവിടെ ആസാഫിനെ നോക്കിക്കാട്ടെ. Why he was discouraged? എന്തുകൊണ്ട് ഇങ്ങനെ നിരാശപ്പെടുവാനിടയായി? Very simple reason, right? അവിടെ ഉള്ള ഒറ്റ കാരണമാണ്. For I was envious of the arrogant when I saw the prosperity of the wicked. അവിടെ നമ്മൾ കാണുന്നു, ദുഷ്ടന്മാരുടെ സഖ്യം കണ്ടിട്ട് എനിക്ക് അഹങ്കാരികളോട് അസൂയ തോന്നി. This is a very common from generation to generation. ഇത് പല തലമുറയായിട്ട് ഇതൊരു കോമൺ ആയുള്ള ഒരു വിഷയമാണ്. Praise the Lord. You don't need to get envy about that actually. അത് കണ്ട് അസൂയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. Because the people outside the church, they get prospered and flourished. ഈ സഭയ്ക്കുള്ളിൽ വരാത്ത പല പ്രിയപ്പെട്ടവരും പുറത്ത് അവരിങ്ങനെ വർദ്ധിക്കുന്നത് കണ്ട് അസൂയപ്പെടേണ്ട കാര്യമില്ല. Praise the Lord. Praise the Lord. Hallelujah. Their dollars are growing every day. അവരുടെ കയ്യിലുള്ള ഡോളർ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. Praise the Lord. Then why you as an Asaph, why you need to get envy about those things? ആസാഫ് ആയിരിക്കുന്ന നമ്മൾ അത് കണ്ട് എന്തുകൊണ്ടാണ് നമ്മൾ ദുഃഖിക്കേണ്ടത്? This is my thought. ഇത് എൻ്റെ ഒരു ആലോചനയാണ്. A thought of discouragement. ഇത് സാത്താൻ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്ന ഒരു നിരാശപ്പെടുത്തുന്ന ഒരു ചിന്ത. Simple reason. അത് വളരെ സിമ്പിൾ ആയതാണ്. You don't need to consider that. അത് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമേ ഇല്ല. But still, പക്ഷേ എന്നാലും that thought came as a seed. നമുക്ക് അങ്ങനെ ഒരു തോന്നൽ സാത്താൻ നമ്മുടെ ഉള്ളിൽ കൊണ്ടുവന്നു. And the thought began to grow. ആ തോന്നലാണ് ഇങ്ങനെ അത് വർദ്ധിക്കാൻ തുടങ്ങി. And the seed became a plant. ആ വിത്ത് അത് ഒരു വൃക്ഷം പോലെ വളരുവാൻ തുടങ്ങി. Small thought. ചെറിയ a thought of bitterness, ഒരു തോന്നൽ, a thought of jealousy, ഒരു അസൂയയുടെ ഒരു തോന്നൽ, a thought of anger, ഒരു ദേഷ്യത്തോടുള്ള ഒരു തോന്നൽ, a thought of hatredness, ഒരു ഇഷ്ടമില്ലായ്മയുടെ ഒരു തോന്നൽ, a thought of dislikeness, ഇഷ്ടമില്ലായ്മ കൂടി ഉള്ള ഒരു തോന്നൽ. But still that may grow. അത് ഇങ്ങനെ വർദ്ധിച്ചു കൊണ്ടുവരുന്നു. Praise the Lord. And when you read verse number 3 to 12, മൂന്നാം വാക്യം മുതൽ 12-ാം വാക്യം വരെ നമ്മൾ വായിക്കുമ്പോൾ he is elaborating his thought. തൻ്റെ ആ ഒരു ആലോചനയെ, തനിക്ക് വന്നിരിക്കുന്ന ആ ഒരു ചിന്തയെ പറ്റി താൻ അവിടെ വർണ്ണിക്കുകയാണ്. And he is explaining about what is happening with the wicked one. അവിടെ എന്തൊക്കെ നടക്കുന്നു, ചുറ്റിനുമുള്ളവരുടെ ജീവിതത്തിൽ എന്തൊക്കെ നടക്കുന്നു എന്നുള്ളത് പറയുകയാണ്. They have no problem. അവർക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. But still they have a prosperity, flourishing day by day. അവര് എല്ലാ രീതിയിലും അവർ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. And now he began to compare them. നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ തൻ്റെ ജീവിതത്തെ മറ്റുള്ളവരുടെ ജീവിതവുമായിട്ട് താരതമ്യം ചെയ്യുന്നു. He began to compare his life with them. തൻ്റെ ജീവിതത്തെ മറ്റുള്ളവരുടെ ജീവിതമായി താരതമ്യം ചെയ്യുവാൻ തുടങ്ങി. This is one of the strategy of the devil. ഇത് ശത്രുവിന്റെ ഒരു സ്ട്രാറ്റജിയാണ്. Always comparing
others with our life. എപ്പോഴും നമ്മളെ മറ്റുള്ളവരുടെ ജീവിതവുമായിട്ട് ഒന്ന് കമ്പയർ ചെയ്യിപ്പിക്കുക. Compare with the people, those who are working around us. നന്നായിട്ട് ജോലി ചെയ്യുന്നവരുമായിട്ട് കമ്പയർ ചെയ്യുക. Compare with the people, those who are, staying neighbor to us. നമ്മുടെ അയൽക്കാരുമായിട്ട് നമ്മളൊന്ന് കമ്പയർ ചെയ്യുക. Comparing with others. മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുക. As a result now, ഈ അങ്ങനെ താരതമ്യം ചെയ്യുന്നത് കൊണ്ട് he is getting discouraged. തന്റെ ജീവിതത്തിൽ നിരുത്സാഹം ഇല്ലെങ്കിൽ നിരാശ നേരിട്ടു. A thought of discouragement and disappointment. അങ്ങനെ ഒരു നിരാശ തന്റെ ജീവിതത്തിൽ That resulted into another level. അത് അടുത്ത ഒരു തലത്തിലേക്ക് കയറി. Verse number 13. 13-ാം വാക്യം നമ്മൾ Look at the verse number 13. 13-ാം വാക്യത്തിലേക്ക്. All in vain have I kept my heart clean and washed my hands in innocence. അവിടെ അസഫ് പറയുകയാണ്, എന്നാൽ ഞാൻ എൻ്റെ ഹൃദയത്തെ ശുദ്ധീകരിച്ചതും എൻ്റെ കൈകളെ കുറ്റമില്ലായ്മയിൽ കഴുകിയതും വ്യർത്ഥമത്രേ. Probably you can underline all in vain. അവിടെ പറയുകയാണ് വ്യർത്ഥമത്രേ. He is making a statement here. അവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് ആസഫ് പറയുകയാണ്, whatever I do for the Lord for last all these years, ഞാൻ എൻ്റെ കഴിഞ്ഞ വർഷങ്ങളിൽ ദൈവനാമത്തിന് വേണ്ടി ചെയ്തത്, whatever I did it for the Lord, ഇല്ലെങ്കിൽ ദൈവനാമത്തിന് വേണ്ടി ഞാൻ നിന്നത്, my innocency, എൻ്റെ എല്ലാ ആ ഒരു നിർമ്മലതയും is becoming vain. എൻ്റെ ആ ശുദ്ധീകരണവും ഇതെല്ലാം വ്യർത്ഥമായി എന്ന് പറയുന്നു. The second tactic of the devil. ഇതാണ് രണ്ടാമത്തെ ഒരു ടാക്ടിക് അല്ലെങ്കിൽ തന്ത്രം. What is the tactic? ആ തന്ത്രം എന്തുവാണ്? Putting a doubt in his thought. തൻ്റെ ജീവിതത്തിൽ ഒരു സംശയം തൻ്റെ ജീവിതത്തിൽ കൊണ്ടിടുവാനിടയായി. Putting a thought. ഒരു സംശയം. He is thinking right now. അവിടെ സംശയം ഇട്ടിട്ട്, whatever I did it for the Lord, ഞാൻ ദൈവനാമത്തിന് വേണ്ടി ചെയ്തതെല്ലാം was it vain? അതെല്ലാം വ്യർത്ഥമാണോ എന്നുള്ളൊരു സംശയം. Was it vain that I remained faithful? ഞാൻ വിശ്വസ്തനായി നിന്നത് വ്യർത്ഥമായോ? Was it vain that I prayed all these years? ഞാൻ പ്രാർത്ഥിച്ചതെല്ലാം വ്യർത്ഥമായോ? Was it vain I kept my heart pure? ഞാൻ എൻ്റെ ഹൃദയത്തെ ശുദ്ധീകരിച്ചത് വ്യർത്ഥമായോ? And he questioned his spiritual life, spirituality itself. ഇങ്ങനെ തൻ്റെ ആ ആത്മീയ ജീവിതത്തെ താൻ ഒന്നുകൂടെ ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്, ഇല്ലെങ്കിൽ ആ സംശയം കൊണ്ട് താൻ ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്. Doubt in his spiritual life. ഒരു സംശയം തൻ്റെ ആത്മീയ ജീവിതത്തിലുണ്ടായി. Doubt. സംശയം. That really affects his life. സംശയം ആ ജീവിതത്തെ ബാധിക്കുന്നു. Affect his spiritual life. തൻ്റെ ആത്മീയ ജീവിതത്തെയാണ് അത് ബാധിക്കുന്നത്. Once it affected his spiritual life, അത് തൻ്റെ ആത്മീയ ജീവിതത്തെ ഒന്ന് എഫക്റ്റ് ചെയ്താൽ, next level of thing which happened in verse number 14. 14-ാം വാക്യത്തിലേക്ക് നമുക്ക് നോക്കാം. What happened? അവിടെ 14-ാം വാക്യത്തിൽ പറയുന്നു, For all the day long I have been stricken and rebuked every morning. അവിടെ ഇങ്ങനെ പറയുകയാണ്, ഞാൻ ഇടവിടാതെ ബദ്ധിതനായിരുന്നു, ഉഷസ്സുതോറും ദണ്ഡിക്കപ്പെട്ടുമിരുന്നു. What does that mean? Anybody can give a summary of that word? All the day long I have been stricken and rebuked every morning. അവിടെ പറയുകയാണ് ഉഷസ്സുതോറും ദണ്ഡിക്കപ്പെട്ടുമിരുന്നു എന്ന്. Anybody can give a summary of that word? One word. What does that mean? ആ സെന്റൻസിന്റെ അർത്ഥം എന്തുവാണ്? He is going through a serious depression. താൻ ഒരു ഡിപ്രഷൻ അനുഭവത്തിൽ കൂടെ താൻ പോയിക്കൊണ്ടിരിക്കുക. See, all the day long I have been stricken. ഞാൻ ഇടവിടാതെ ബാധിതനായിരുന്നു, ഉഷസ് തോറും ദണ്ഡിക്കപ്പെട്ടുമിരുന്നു. He was afflicted. His soul afflicted. തൻ്റെ ആ ഉള്ളിൽ ഡിപ്രഷൻ കംപ്ലീറ്റ്ലി എഫക്റ്റ് ചെയ്യുവാനിടയായി. He went into a mood of depression. താൻ ഡിപ്രഷനിലേക്ക് കയറുവാനിടയായി. As a result, അതുകൊണ്ട് in some other translation it's mentioned he was anchored even in his soul.
വേറെ ട്രാൻസ്ലേഷനിൽ എഴുതിയിട്ടുണ്ട്, താൻ ദേഷ്യം കൊണ്ട് തൻ്റെ മനസ്സ് നിറയുവാനിടയായി. He was angry to himself. ഇല്ലെങ്കിൽ തന്നോട് തന്നെ തനിക്കൊരു വെറുപ്പ് തോന്നി. He was angry to others. മറ്റുള്ളവരോടൊരു വെറുപ്പ്. And he was angry with everyone and even to God. തന്നോടും തൻ്റെ ദൈവത്തോടും തനിക്കൊരു വെറുപ്പ് തോന്നി. Do you want to know the result? ആ റിസൾട്ട് എന്തുവാണ്? You know, a state of level, probably verse number 21. 21 വാക്യത്തിലേക്ക് നമുക്ക് നോക്കാം. When my soul was embittered, when I pricked in heart, I was brutish and ignorant. I was like a beast toward you. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ഇങ്ങനെ എൻ്റെ ഹൃദയം വ്യസനിക്കുകയും എൻ്റെ അന്തരംഗത്തിൽ കുത്തുകൊള്ളുകയും ചെയ്തപ്പോൾ. I was senseless. The words 22 says, I was brutish and ignorant. I was senseless and ignorant. I was a brute beast before you. അവിടെ 22 വാക്യം ശ്രദ്ധിച്ചാട്ട്, ഞാൻ പൊട്ടനും ഒന്നും അറിയാത്തവനുമായിരുന്നു, നിന്റെ മുൻപിൽ ഒരു മൃഗം പോലെ ആയിരുന്നു. അവൻ പറയാണ്, ഞാൻ പൊട്ടനായി. അവിടെ he's saying that he became senseless. Begins with the thought. അതൊരു ചിന്ത കൊണ്ട് തുടങ്ങിയ ഒരു വിഷയമാണ്. And the thought affected all his life. ആ ചിന്ത തൻ്റെ ആത്മീയ ജീവിതത്തെ ബാധിച്ചു. That affected his spiritual life and the relationship with others. അത് കാരണം തനിക്ക് തന്നോടും തനിക്ക് ചുറ്റിനും തൻ്റെ ദൈവത്തോടുള്ള ബന്ധത്തെ അഫക്റ്റ് ചെയ്തു. And now he became, the word mentioned, പൊട്ടൻ, brutish. അവിടെ പറഞ്ഞിരിക്കുകയാണ്, ഞാൻ പൊട്ടൻ എന്ന് ഒരു പദമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. What does that mean? ആ പൊട്ടൻ എന്നുള്ള പദത്തിന്റെ അർത്ഥം എന്തുവാണ്? അടുത്ത പറയുന്നു, I was like a beast. അത് കഴിഞ്ഞിട്ട് അവിടെ അടുത്ത പദം പറയുകയാണ്, അവിടെ ഞാൻ മൃഗം പോലെ ആയിരുന്നു. A man of God transferred into beast. ഓർക്കണേ, ഇത് ശുശ്രൂഷയിൽ നിന്ന ഒരു വ്യക്തിയാണ് പറയുന്നത്, ഞാനൊരു മൃഗം പോലെയായി. What does that mean? Psalms 49 verse number 20 says, സങ്കീർത്തനം 49 അധ്യായം അതിന്റെ 20 വാക്യം. 49:20, people who have wealth but lack understanding, like a beast that perishes. അവിടെ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്, മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനത്രേ. I think I like that in Malayalam translation, വിവേകഹീനനായാൽ. Lack of understanding. He is like a beast. അവിടെ പറയുന്നു മൃഗങ്ങൾക്ക് തുല്യനത്രേ. Now you understood the progression. Progression begins with a thought. അത് ശ്രദ്ധിക്കണം, ഈ വളർച്ച എങ്ങനെ വന്നതെന്ന് ഒരു ചിന്ത കൊണ്ട് തുടങ്ങി. At the thought of discouragement. അതൊരു നിരുത്സാഹപ്പെടുത്തുന്ന ഒരു ചിന്തയായിരുന്നു. Then again Satan attacked his doubt. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു സംശയം കൊണ്ടിട്ടു. And now he became like a beast. അത് വർദ്ധിച്ച് ഇപ്പോൾ എന്തുവായി? അവനൊരു മൃഗം പോലെയായി. He is not able to think properly. അവനൊന്നും ചിന്തിക്കുവാൻ പറ്റുന്നില്ല. He became senseless. അവന് ഒന്നിനും അവിടെ എഴുതിയിരിക്കുകയാണ്, ഞാനൊരു പൊട്ടനെ പോലെയായി. Became a senseless. ഒരു പൊട്ടനെ പോലെ. But the story does not end there. പക്ഷേ ഈ ഒരു സങ്കീർത്തനം ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. Even though he said, I became a man senseless, ഞാൻ ഒന്നും അറിയാത്തവനെ പോലെ പൊട്ടനെ പോലെ ആയി എന്ന് പറഞ്ഞാലും ശരി, but still പക്ഷേയോ God intervened on his situation. ദൈവം ആ ഒരു സിറ്റുവേഷനിൽ ദൈവം അവിടെ ഇടപെടുവാനിടയായി. That is there even in the midst of these verses. ഈ പറയുന്ന വാക്കുകളുടെ ഇടയ്ക്ക് ആ ഒരു ഇന്റർവെൻഷൻ നടക്കുന്നുണ്ട്. Let me tell you this morning, ഞാനൊരു കാര്യം പറയട്ടെ, even though the child of God got through the serious time of turmoil, ഒരു ദൈവ പൈതൽ ഒരു ആത്മീയ പോരാട്ടത്തിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ, because your spirit has already been regenerated, കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അകത്ത് തന്നിരിക്കുന്ന ആത്മാവ് ദൈവത്തിന്റെ ആത്മാവായതിനാൽ, അതുകൊണ്ട് because of that, അതുകൊണ്ട് the
the intervention of spirit is always there. നമ്മൾ ആ പ്രശ്നത്തിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴും ആത്മാവ് അതില് ഇന്റർവീൻ ആയിക്കൊണ്ടിരിക്കുക. The encounters of the spirit will be always there. ആ ദൈവാത്മാവിന്റെ ആ ഒരു ഇന്റർവെൻഷൻ അവിടെ നടന്നുകൊണ്ടിരിക്കുക. That is the difference between the ordinary man and the child of God. അതാണ് ഒരു സാധാരണ വ്യക്തിയും അതുപോലെ ദൈവ പൈതലും തമ്മിലുള്ള വ്യത്യാസം. Everybody will go through the serious time of anxiety and depression. ഈ രണ്ട് കൂട്ടരും ഇതുപോലെ ഡിപ്രഷനും ആങ്സൈറ്റിയും നിറഞ്ഞ അനുഭവങ്ങളിൽ കൂടെ പോകും. But still your spiritual realm has been already been regenerated. പക്ഷെയോ നമ്മുടെ ദൈവമക്കളുടെ ഉള്ളിൽ ആ ഒരു സ്പിരിറ്റിനെ ദൈവാത്മാവ് തന്നതിനാൽ the spirit of God again encounter or intervene on our life. ആ പ്രശ്നത്തിൽ കൂടെയും ഇതാ ദൈവാത്മാവ് ഇടപെട്ടുകൊണ്ടിരിക്കും. I will explain that. ഞാനത് വിവരിക്കട്ടെ. Even though he was senseless, താൻ ഒരു പൊട്ടനെ പോലെ ഒന്നും അറിയാത്തവനെ പോലെ but ആയിരുന്നു. still he's making a statement on verse number 15. നമുക്ക് ആ 15-ാം വാക്യത്തിലേക്ക് നമുക്കൊന്ന് നോക്കാം. He says, അവിടെ ഇങ്ങനെ പറയുകയാണ്, if I had said I will speak thus, I would have betrayed the generation of your children. അവിടെ പറയുന്നത് ശ്രദ്ധിച്ചാട്ടെ, ഞാൻ ഇങ്ങനെ സംസാരിപ്പാൻ വിചാരിച്ചെങ്കിൽ ഇതാ ഞാൻ നിന്റെ മക്കളുടെ തലമുറയോട് ദ്രോഹം ചെയ്യുമായിരുന്നു. Until this moment, ഇതുവരെ all this was his own thought. ഈ ചിന്തകളെല്ലാം തൻ്റെ ചിന്തകളാ. He didn't share with anyone. ഇത് ആരോടും പറഞ്ഞില്ല. He didn't share with his wife. No, I'm thinking. ഞാൻ ഊഹിക്കുകയാണ്, തന്റെ ഭാര്യയോട് പറഞ്ഞു കാണത്തില്ലായിരിക്കും, Not even to children. തന്റെ മക്കളോട് പോലും പറഞ്ഞു കാണത്തില്ലായിരിക്കും. Why, Asaph, you didn't share all this? നമ്മൾ ആസാഫിനോട് ചോദിക്കുക, എന്തുകൊണ്ട് നീ ആരോടും എന്തുകൊണ്ട് പറഞ്ഞില്ല? Even though you are going through all this turmoil on your life. ഇത്രയും വലിയൊരു പ്രശ്നത്തിൽ കൂടെ പോയിട്ട് നീ എന്തുകൊണ്ട് ആരോടും മിണ്ടാതെ നിന്നു? Asaph making a statement. ആസാഫ് പറയും, I would have betrayed your children if I had spoken out like that. കാരണം എന്താ? അവിടെ പറയുന്നു, ഞാൻ ഇങ്ങനെ സംസാരിപ്പാൻ വിചാരിച്ചെങ്കിൽ ഞാൻ നിന്റെ മക്കളുടെ തലമുറയോട് ദ്രോഹം ചെയ്യുമായിരുന്നു. See, Asaph is a leader, ആസാഫ് ഒരു നായകനാണ്, musician, ഒരു സംഗീതോപകരണങ്ങൾ ഉപയോഗിക്കുന്നവനാണ്, prophet, ഒരു പ്രവാചകനാണ്, elder in the church, ആ സഭയിൽ ഒരു മൂപ്പനാണ്. and now എന്നിട്ട് if I express all my feelings out, ഞാൻ അനുഭവിക്കുന്ന ഈ വേദന സഭയുടെ മുൻപിൽ ഞാൻ അറിയിച്ചാൽ that will disgrace the name of the Lord. അത് ദൈവനാമത്തിന് അത് ദൂഷണത്തിന് As a കാരണമാകും. result, അതുകൊണ്ട് many may go backslided. ഒത്തിരിയും പേര് വിശ്വാസ ജീവിതത്തിൽ നിന്ന് ഞാൻ കാരണം പിന്നോക്ക് പോകും. Asaph is teaching a lesson here. ആസാഫ് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് അവിടെ. Even though നമ്മുടെ ജീവിതത്തിൽ my words and actions, നമ്മുടെ ആ വാക്കുകൾ, നമ്മുടെ പ്രവർത്തികൾ, through my words and action, no one should slip from the purpose of God. ആസാഫ് നമ്മളെ പഠിപ്പിക്കുകയാണ്, നമ്മുടെ വാക്കുകൊണ്ടോ നമ്മുടെ പ്രവൃത്തി കൊണ്ടോ മറ്റൊരു വ്യക്തി വിശ്വാസത്തിൽ നിന്ന് പിൻവാങ്ങി പോകരുത്. Do not express all your feeling publicly. അതുകൊണ്ടാണ് ഈ എല്ലാ വികാരങ്ങളും നമ്മൾ എല്ലാവരുടെ മുൻപിൽ എക്സ്പ്രസ് ചെയ്യാൻ പാടില്ല. Lesson 1. അത് ഒന്നാമത്തെ ലെസൺ ആണ്. Do not express all your feelings publicly. നമുക്കുള്ള എല്ലാ ഫീലിങ്സും എല്ലാ വികാരങ്ങളും നമ്മൾ എല്ലാവരുടെ മുൻപിൽ പ്രദർശിപ്പിക്കാൻ പോകരുത്. Then what we must do? പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? We will ask to Asaph. ആസാഫ് എന്ത് പറയുന്നത് നമുക്ക് ചോദിക്കാം. Asaph, what you did it? ആസാഫ് എന്ത് ചെയ്തു? Verse number 17. 17-ാം വാക്യത്തിലേക്ക് നമുക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാം. Until I went into the sanctuary of God. ആ 17-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ കാണുന്നു, ഒടുവിൽ ഞാൻ ദൈവത്തിന്റെ വിശുദ്ധ മന്ദിരത്തിൽ ചെന്നു. I went into the sanctuary of God. ദൈവത്തിന്റെ വിശുദ്ധ മന്ദിരത്തിൽ ചെന്നു. What does that mean? അതിനർത്ഥം എന്തുവാണ്? With all his feeling, തന്റെ എല്ലാ വികാരങ്ങളും, with all his emotions, ആ വികാരങ്ങളെല്ലാം ചുമന്നുകൊണ്ട്, with all his the doubt and the thoughts, തന്റെ ജീവിതത്തിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസ്, എല്ലാ സംശയങ്ങളും ഇതെല്ലാം എടുത്തുകൊണ്ട് he did not went into any of the counselors. ആ ലോകപരമായ ഒരു കൗൺസിലറിന്റെ അടുത്തോട്ട് ഒന്നും പോയില്ല.
any of the clinicians. ഒരു ക്ലിനിക്കിലും താൻ പോയില്ല. Rather, he went into the presence of God. താൻ യഹോവയുടെ മന്ദിരത്തിലേക്ക് ചെല്ലുവാനിടയായി. He went into the presence of God. താൻ ദൈവത്തിന്റെ മന്ദിരത്തിലേക്ക് ചെല്ലുവാനിടയായി. A child of God. അവിടെ ചെന്നു. This is the first and last resort of your life. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ എപ്പോഴും നമുക്ക് അഭയം തരുന്ന ഒരു സ്ഥലമാണ് ദൈവത്തിന്റെ ആലയം. There you will get a lot of solutions. നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും നമുക്ക് ആ സൊല്യൂഷൻ കിട്ടുന്നത് അവിടെ നിന്നാണ്. You will get an answer for all your questions. നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരം കിട്ടുന്ന ഒരിടമാണത്. What is the solution he received? എന്തുവാണ് ആസാഫിന്റെ ജീവിതത്തിൽ കിട്ടിയ ഉത്തരം? എന്തുവാണ്? When he entered in the sanctuary. ദൈവത്തിന്റെ മന്ദിരത്തിൽ കയറിയപ്പോൾ Number 1, verse number 17 says, അവിടെ 17-ാം വാക്യം പറയുകയാണ്, I discerned their end. അവിടെ പറയുന്നു, അവരുടെ അന്തം എന്താകും എന്ന് മനസ്സിലായി. Praise the Lord. What does that mean? എന്തുവാണ് അതിന്റെ അർത്ഥം? God changed his perspective. തന്റെ ചിന്താഗതിയെ ദൈവം മാറ്റി. Until this moment, ഈ സമയം വരെ he was looking around him. താൻ എന്ത് ചെയ്യുമായിരുന്നു? തന്നെ ചുറ്റിനും നോക്കുകയായിരുന്നു. He was looking around his situation. ചുറ്റിനും നോക്കി. He was looking around his people. ആ ചുറ്റിനും നിൽക്കുന്ന ജനങ്ങളെ നോക്കി. And he was looking around the material prosperity. അവരുടെ ജീവിതത്തിൽ അവർ ലോകപരമായ നേടിയ നേട്ടങ്ങളെ നോക്കി. But when he entered into the sanctuary, പക്ഷേ ദേവാലയത്തിൽ കയറിയപ്പോൾ God changed his perspective. തന്റെ ചിന്താഗതി മാറുവാനിടയായി. A perspective from earthly to heavenly. ഇതാ തന്റെ ഭൗതികമായ ചിന്തയിൽ നിന്ന് താൻ ഇതാ സ്വർഗീയമായ ചിന്തയിലേക്ക് താൻ കയറുവാനിടയായി. A perspective from material to eternal. ഇതാ ലോകപരമായ നേട്ടങ്ങളെ സ്വർഗീയ നേട്ടങ്ങളെ പറ്റി ചിന്തിക്കുവാനിടയായി. A perspective for temporary to permanent. താത്കാലികമായ ചിന്തയിൽ നിന്ന് ശാശ്വതമായി നിൽക്കുന്ന ചിന്തയിലേക്ക് താൻ ചിന്തിക്കുവാൻ തുടങ്ങി. And he understood. എന്നിട്ട് അദ്ദേഹത്തിന് മനസ്സിലായി, what is their end? അവരുടെ അന്തം and what is my end? എന്റെ അന്തം എന്തുവാണ് എന്നുള്ളത്. Praise the Lord. Verse number 23. 23-ാം വാക്യം ശ്രദ്ധിച്ചാട്ടെ. The next revelation, what he received. അടുത്ത രണ്ടാമത്തെ റെവലേഷൻ ആണ് തന്റെ ജീവിതത്തിൽ കിട്ടിയത്. Nevertheless, അവിടെ എഴുതിയിരിക്കുന്നു, എന്നിട്ടും I am continually with you. ഞാൻ എപ്പോഴും നിന്റെ അടുക്കലിരിക്കുന്നു. You hold me by my right hand. നീ എന്നെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു. Praise the Lord. Praise the Lord. That means when he entered into the sanctuary of God, ഇതാ താൻ ദേവാലയത്തിൽ കയറിയപ്പോൾ God's hidden hand visible to him. അവന്റെ ജീവിതത്തിൽ മറവായി അവനെ സൂക്ഷിച്ചു കൊണ്ടിരുന്ന ദൈവകരം ഇപ്പം അവന്റെ കൺമുൻപിൽ പ്രത്യക്ഷമായി. God's hidden hand became visible to him. അവിടെ നമ്മൾ കാണുന്നു, മറഞ്ഞിരിക്കുന്ന കൈ ഇപ്പൊ എന്ത് ചെയ്യുന്നു? അവന്റെ കൺമുൻപിൽ പ്രത്യക്ഷമായി. And now he understood. അന്നേരം അവന് മനസ്സിലായി, oh, you hold my right hand. ആസാഫ് പറയാണ്, എന്റെ വലം കൈ നിന്റെ കയ്യിലാണ്. Look at verse number 2. അവിടെ രണ്ടാം വാക്യം ശ്രദ്ധിച്ചാട്ടെ. You know, Asaph said, as for me, my feet had almost stumbled. അവിടെ രണ്ടാം വാക്യത്തിൽ പറയുകയാണ്, എന്നാൽ എന്റെ കാലുകൾ ഏകദേശം my step had nearly slipped. എന്റെ കാലടികൾ ഏറെക്കുറെ വഴുതിപ്പോയി. But why it was not fully fall? എന്തുകൊണ്ട് അവൻ കംപ്ലീറ്റ്ലി വീണുപോയില്ല? The reason? അതിന്റെ റീസൺ എന്തുവാണ്? God was holding my hand. അവന്റെ കരങ്ങളെ പിടിച്ച സ്വർഗ്ഗത്തിന്റെ ഒരു കരമുണ്ട്. Can you say praise the Lord this morning? എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ He സാധിക്കും? was holding my hand. ദൈവം ഇതാ കരത്തെ പിടിച്ചിരിക്കുകയായിരുന്നു. He was holding my hand. ദൈവം ആസാഫിന്റെ കരത്തെ He പിടിച്ചിരിക്കുകയാണ്. was holding my hand. ദൈവം എന്റെ കരത്തെ Even though I പിടിച്ചിരിക്കുകയാണ്. go through the failure experience, ഞാൻ ഇതുപോലെ അപജയം നിറഞ്ഞ എക്സ്പീരിയൻസിൽ കൂടെ even though I was പോകുമ്പോഴും, walking through the slippery ground, ഞാൻ വീഴാൻ പോകുന്ന സ്ഥിതിയിൽ ഞാൻ വീണാലും, I feel like I am about to fall. ഞാൻ വീഴാൻ പോകുന്നു എന്ന് എനിക്ക് But തോന്നി. I did not know that you are holding my hand.
പക്ഷേ ഞാൻ അറിഞ്ഞില്ല കർത്താവേ, എന്റെ കരം നിന്റെ കയ്യിലാണെന്ന്. Why I didn't fall? ഞാൻ എന്തുകൊണ്ട് വീണില്ല? Because you hold my hand. കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ കരം ആ വലം കൈ പിടിച്ചത് You കൊണ്ട്. hold my hand. ദൈവത്തിന്റെ വലം കൈ എന്റെ കരത്തെ പിടിച്ചത് How many കൊണ്ട്. of you could say this morning, എത്ര പേർക്ക് പറയാൻ സാധിക്കും? thank you Lord that you hold my hand കർത്താവേ നന്ദിയുണ്ട് അപ്പച്ചാ, എന്റെ കരത്തെ പിടിച്ചത് in കൊണ്ട്. my ups and downs, എന്റെ എല്ലാ നേട്ടങ്ങളിലും എന്റെ എല്ലാ ഇല്ലായ്മയിലും, in my mountain top experience and the dark valleys. കർത്താവേ എന്റെ ഏറ്റവും ഉയർന്ന സ്ഥിതിയിലും എന്റെ ഏറ്റവും താഴ്ന്ന സ്ഥിതിയിലും You always hold my hand. കർത്താവേ എന്റെ കരം നിന്റെ വലം കൈയിലായിരുന്നല്ലോ. You always there for me. എനിക്ക് വേണ്ടി എപ്പോഴും അങ്ങ് നിന്നല്ലോ Oh, പിതാവേ. even though I didn't see that, ഞാനത് എന്റെ കണ്ണുകൊണ്ട് കണ്ടില്ലപ്പാ. but thank you Lord that you are holding my hand. അപ്പച്ചാ എന്റെ കരത്തെ പിടിച്ചതിന് നന്ദി. Thank you Jesus that you are holding my hand. കർത്താവേ നന്ദിയുണ്ട് അപ്പച്ചാ. Praise the Lord. Praise the Lord. Verse number 24. നമ്മൾ 24 വാക്യത്തിലേക്ക് നമുക്ക് നമ്മുടെ ശ്രദ്ധ You തിരിക്കാം. guide me with your counsel. അവിടെ നമ്മൾ കാണുന്നു, നിന്റെ ആലോചനയാൽ നീ എന്നെ നടത്തും. That is a beautiful word in this passage. അതൊരു നല്ലൊരു വാക്കാണ്. You guide me with your counsel. നിന്റെ ആലോചന, നിന്റെ കൗൺസിൽ നീ എന്നെ നടത്തുന്നു. Let me tell you, ഞാൻ വേറൊരു കാര്യം പറയട്ടെ. my God, എൻ്റെ ദൈവം, He is the wonderful counselor. എൻ്റെ ജീവിതത്തിൽ എൻ്റെ ദൈവമാണ് ഏറ്റവും നല്ല കൗൺസിലർ. Hallelujah. Amen. ലോകത്തിലെ കൗൺസിലേഴ്സ് എല്ലാം മാറിപ്പോകുന്നവരാണ്. Probably the counselors of this world might fade away. അവരെല്ലാം മാറിപ്പോകുന്നവരാ. Probably they will go one day. My counselor, എൻ്റെ കൗൺസിലർ He is an eternal. അത് എന്നേക്കും He is നിലനിൽക്കുന്നവനാണ്. mighty. He is mighty. എൻ്റെ കൗൺസിലർ ഏറ്റവും ബലവാനാണ്. Not only that, He is the Prince of Peace. ഇതാ സമാധാനത്തിന്റെ പ്രഭുവാണ്. Oh, Rabba Shantara Baba. Hallelujah. Hallelujah. No counselor can give you any solution. കൗൺസിലേഴ്സിന് ഒരു എറ്റേണൽ സൊല്യൂഷൻ തരാൻ പറ്റത്തില്ല. Counselor always can walk with you. That's it. ലോകപരമായ ഒരു കൗൺസിലറിന് എങ്ങനെ നടക്കണമെന്ന് പറഞ്ഞു തരാൻ പറ്റും. Can walk with you. No. ചിലപ്പം നമ്മോട് കൂടെ നടക്കാൻ പറ്റും. That's all. അത്രേ ഉള്ളൂ. Just act, I can listen your struggle. That's it. നമ്മുടെ പ്രശ്നങ്ങളെ എല്ലാം അവർ കേൾക്കും. Cannot give any solution. പക്ഷേ ഒരു എറ്റേണൽ സൊല്യൂഷൻ അവർക്ക് തരാൻ But പറ്റത്തില്ല. here there is a counselor. പക്ഷേ ഇവിടുത്തെ ഒരു കൗൺസിലർ A wonderful counselor. അത് വണ്ടർഫുൾ കൗൺസിലർ എന്നാണ് He is പറയുന്നത്. full of peace. കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ സമാധാനത്തിന്റെ പ്രഭു. He is a Prince of Peace. അവൻ സമാധാനത്തിന്റെ പ്രഭു. If you get into his counseling room, നമ്മൾ ആ കൗൺസിലിംഗ് റൂമിലേക്ക് നമ്മൾ ഒന്ന് കേറിയാൽ you will never come out to vain. നമ്മൾ പിന്നെ വരുന്നത് ആ അനുഭവത്തിൽ കൂടെ അല്ലായിരിക്കും. Rather you will filled with the Prince, full of peace. ആ സമാധാനത്തിന്റെ നിറവ് നമ്മുടെ ഹൃദയങ്ങളിൽ നിറഞ്ഞുകൊണ്ടായിരിക്കും നമ്മൾ പുറത്തേക്ക് How വരുന്നത്. many can enjoy the presence of God this morning? എത്ര പേർക്ക് ആ ദൈവ സാന്നിധ്യത്തെ അറിയുവാൻ How many സാധിക്കുന്നു? can experience the wonderful counselor's presence this morning? നല്ല കൗൺസിലർ ആയിരിക്കുന്ന യേശുവിന്റെ പ്രസൻസിനെ അനുഭവിക്കുന്നത് എത്ര He is പേരുണ്ട്? walking here with that peace. ഇന്ന് പകൽ സമയം നമ്മുടെ നടുവിലും ആ കൗൺസിലർ ഇതാ നടക്കുന്നു. The peace of God which is surpassed all understanding. എല്ലാ മാനുഷിക ചിന്തകളെ കാട്ടിലും അടക്കി വാഴുന്ന ദൈവീക സമാധാനം. Oh, praise the Lord. He wanted to give to you. ആ സമാധാനം നമ്മുടെ ജീവിതത്തിലേക്ക് തരുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. Praise the Lord. Praise the Lord. As I mentioned, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ when he entered into the presence of God, ദൈവ സന്നിധിയിലേക്ക് കയറിയപ്പോൾ his total perspective changed. തന്റെ ചിന്താഗതിക്ക് ഒരു മാറ്റമുണ്ടായി. Verse number 25 says, 25 വാക്യത്തിൽ നോക്കിയാൽ whom have I in heaven but you? സ്വർഗത്തിൽ എനിക്ക് ആരുള്ളൂ, And there is nothing on earth that I desire beside you. ഭൂമിയിലും നിന്നെ അല്ലാതെ ഞാൻ ഒന്നും ആഗ്രഹിക്കുന്നില്ല. This man, the same Asaph, ഇത് ആസാഫാണ് പറഞ്ഞത്. verse number 3 to 12, ഈ 3 വാക്യം മുതൽ 12 വാക്യം വരെ talk about the material world, ലോകപരമായ എല്ലാ കാര്യങ്ങളും പറഞ്ഞ ആളാണ്. talk about the people around him, ചുറ്റിനുമുള്ളവരെ പറ്റി എല്ലാം പറഞ്ഞതാ. explain about the wickedness, what is happening around him. തന്റെ ചുറ്റിനും നിൽക്കുന്ന ആൾക്കാർ ചെയ്യുന്ന ദുഷ്ക്രിയകളെ പറ്റി പറഞ്ഞ But വ്യക്തിയാണ്. now his perspective changed. പക്ഷെ ആലയത്തിൽ കയറിയപ്പോ തന്റെ ചിന്താഗതിക്ക് മാറ്റം വന്നു. The beauty of the Lord
changed everything. അതാണ് ദൈവത്തിന്റെ ഇന്റർവെൻഷനുള്ള ഒരു പ്രത്യേകത. ദൈവത്തിന്റെ സൗന്ദര്യം തന്റെ സ്തോത്രം തന്റെ പെർസ്പെക്റ്റീവിനെ മുഴുവൻ ചേഞ്ച് ചെയ്തു. The beauty of the Lord has changed his perspective. The beauty of his holiness changed everything. ദൈവത്തിന്റെ ആ ഒരു വിശുദ്ധിയുടെ ആ ഒരു സൗന്ദര്യത തന്റെ ജീവിതത്തെ And മാറ്റിമറിച്ചു. now he's making a statement. എന്നിട്ട് ആസാഫ് പറയുകയാണ്, I have no desire but you. ഭൂമിയിൽ നിന്നെ അല്ലാതെ ഞാൻ ഒന്നും I ആഗ്രഹിക്കുന്നില്ല. request the worship team, please come forward. വർഷിപ്പ് ടീം മുന്നോട്ട് വന്നാട്ടെ. I have no desire beside you. കർത്താവേ, എനിക്ക് അങ്ങല്ലാതെ വേറെ ഒരു I have ആഗ്രഹമില്ല. no desire എനിക്ക് beside you. അങ്ങല്ലാതെ വേറെ ഒരു ആഗ്രഹമില്ല. And my flesh and my heart may fail, എന്റെ ഹൃദയവും എന്റെ ജഡവും നശിച്ചു, but God is my strength. പക്ഷെ ദൈവം എന്നേക്കും എന്റെ ഹൃദയത്തിന്റെ പാറയും And he is my portion. എന്റെ ഓഹരിയും. How many of you can say in this morning, എത്ര പേർക്ക് പറയുവാൻ സാധിക്കും? God is my strength, ദൈവം എന്റെ പാറയും he is my portion. എന്റെ ഓഹരിയുമാകുന്നു. Praise the Lord. I cannot stay on my strength. എന്റെ ശക്തി കൊണ്ട് എനിക്ക് നിൽക്കാൻ When I go through പറ്റത്തില്ല. the troubling time, I cannot stay on my strength. ഞാൻ ഒരു പ്രശ്നത്തിൽ കൂടെ പോകുമ്പോൾ എന്റെ ബലം കൊണ്ട് എനിക്ക് അത് സോൾവ് ചെയ്യാൻ I may പറ്റില്ല. fail in my flesh and my heart. എന്റെ ജഡം കൊണ്ട് എന്റെ മാംസ ബലം കൊണ്ട് എനിക്ക് നേടുവാൻ സാധ്യമല്ല. But Lord, പക്ഷേയോ I depend on you. ദൈവമേ, ഞാൻ അങ്ങിൽ ആശ്രയിക്കുന്നു. You are my strength. അങ്ങാണ് എന്റെ പാറ, You are my portion. അങ്ങാണ് എന്റെ How many of ഓഹരി. you can say this morning, എത്ര പേർക്ക് ഇന്ന് പറയാൻ സാധിക്കും? Lord, you are my strength. പാപ്പച്ച, അങ്ങാണ് എന്റെ പാറ. Oh, Rabba Shetedi Antara. Shall we all stand up in the presence നമുക്ക് of God? എല്ലാവർക്കും ദൈവസന്നിധിയിൽ Begin to എഴുന്നേറ്റ് begin to thank him for a few minutes. നമുക്ക് ദൈവത്തോട് നമ്മുടെ ഹൃദയം തുറന്ന് നന്ദി പറയാം. Oh, Rebe Shehedi Antara Jara 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 Jara. This morning time, if somebody wants to cry out in the presence of God, ദൈവം മുൻപാകെ നിന്ന് ഹൃദയം തുറന്ന് കരയണമെങ്കിൽ this is an opportunity. Please utilize this. ഇത് നല്ലൊരു അവസരമാണ്. ഇത് ഉപയോഗിച്ചാട്ട്. Haura Bashatari Antara Jara 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 Jara. Lausha Hauriam Peri Hapori Antara Baba. Last how many months you basically experienced the presence of God in your personal life? ദൈവത്തിന്റെ ആ ഒരു പേഴ്സണൽ ഇന്റർവെൻഷൻ ജീവിതത്തിൽ എപ്പോഴാണ് കഴിഞ്ഞ പ്രാവശ്യം അനുഭവിച്ചത്? എത്ര നാളായി നീ അനുഭവിച്ചിട്ട്? ദൈവ സാന്നിധ്യത്തിന്റെ മഹത്വം നീ അനുഭവിച്ചിട്ട് എത്ര നാളായി? How long has it been since you've experienced the presence of God in your life? ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് നിന്നെ വീണ്ടും മാടി വിളിക്കുകയാണ്. Today Jesus is calling you again. God is calling